നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. സ്ത്രീത്വത്തിന്റെ, സമ്പത്തിന്റെ, ഐശ്വര്യത്തിന്റെ, കേമത്വത്തിന്റെ, അതാണ് നമ്മുടെയൊക്കെ ആധ്യാത്മികതയുടെ ഒരു പൂർണ്ണമായ ലക്ഷ്യം തന്നെ. അതെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അതാണോ ലക്ഷ്യം? അതല്ല. നമ്മൾ പലപ്പോഴും അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ ശരിക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, എനിക്ക് തൊഴിൽപരമായ പുരോഗതി ഉണ്ടാവണം, സാമ്പത്തികപരമായ പുരോഗതി വേണം. ഇതൊക്കെ തന്നെയാണ് ഭൗതികപരമായി സാധാരണക്കാർ ചിന്തിക്കുന്നത്. നമ്മളതിനെ കുറ്റം പറയത്തില്ല. ശരിക്കും ആധ്യാത്മികതയുടെ ഇന്ന് ലക്ഷ്യം തന്നെ സമ്പത്തായി മാറിക്കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നാമം ജപിക്കുന്നതൊക്കെ നമ്മുടെ വരുമാനം കൂടുക എന്ന രീതിയിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥന കൊണ്ട്, നാമജപാദികൾ കൊണ്ട് നമുക്ക് നമ്മുടെ തൊഴിൽപരമായ പുരോഗതികൾ നമുക്ക് സംഭവിക്കാം, ഉയർച്ചയുണ്ടാവും. അതൊക്കെ സത്യമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിന് അത് മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ അതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ഭാഗ്യമാണ്. പാലാഴി കടഞ്ഞെടുത്ത് കഴിയുമ്പോൾ ആദ്യം വരുന്നത് ജ്യേഷ്ഠലക്ഷ്മിയും രണ്ടാമത് തന്നെ ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി ഐശ്വര്യത്തിന്റെ പ്രതീകമായും ജ്യേഷ്ഠാദേവിയെ ജ്യേഷ്ഠയുടെ ഭാഗമായിട്ട് ആദ്യം വന്നതുകൊണ്ടാണ് ചേടത്തി എന്ന് പറയുന്നത്. ആ ജ്യേഷ്ഠ ഭഗവതി എന്ന് പറഞ്ഞ സങ്കല്പം തന്നെ വന്നത്. അപ്പൊ അതിനെ നമ്മൾ ഒരു മൂദേവി സങ്കല്പത്തിലാണ്. നമ്മൾ എവിടെയാണോ ഇരിക്കേണ്ടാത്തടത്ത് മാറ്റിയിരുത്തുന്നതാണ് ജ്യേഷ്ഠലക്ഷ്മി. രണ്ടാമത് വന്നാണ് ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവിയുടെ ഒരു പ്രാധാന്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ പ്രദാനം ചെയ്യാം, സമ്പത്തിനെ പ്രദാനം ചെയ്യാം. അപ്പൊ പലരും നമ്മോട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് അമ്പലത്തിൽ പോകുന്നുണ്ട്, തിരുമേനി സമ്പത്തുണ്ടാവണില്ല എന്ന് പറയണേ. നമ്മൾ ഇത്രയൊക്കെ അമ്പലത്തിൽ പോയി നമുക്ക് പൈസ വന്നില്ല എന്ന് പറയണേ ആൾക്കാർ പറഞ്ഞേ. പക്ഷെ നമ്മൾ അമ്പലത്തിൽ പോയി ഒരു സമാധാനം കിട്ടിയെന്ന് ആരും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്യം ഭൗതികപരമായിട്ട് സമ്പൽ സമൃദ്ധമായ ജീവിതം തന്നെയാണ് ഒരു പരിധി വരെ. അത് ഏതൊരു മനുഷ്യനെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം സമ്പത്തും നമുക്ക് ആവശ്യമുള്ള ഒരു കാരണമായതുകൊണ്ടാവാം. പക്ഷെ നമ്മൾ സമ്പത്തിലേക്ക് എത്തണമെങ്കിൽ നല്ലൊരു ദൈവാധീനമുള്ളവന് മാത്രമേ സമ്പത്തിലേക്ക് എത്തുള്ളൂ. നല്ല ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് നല്ല ഭാഗ്യം ഉണ്ടാവണേ. നല്ല ഭാഗ്യമുള്ള ഒരാൾക്കാണ് വരുമാനത്തിന് നല്ല സ്രോതസ്സിനെ കിട്ടണേ. അത് വിദ്യാഭ്യാസം കൊണ്ട് പഠിച്ചൊരു സ്രോതസ്സായാലും, ചെയ്യുന്ന തൊഴിലൊരു സ്രോതസ്സായാലും, അവർ ചെയ്യുന്ന രാഷ്ട്രീയത്തിലായാലും, സിനിമയിലായാലും, കച്ചവടത്തിലായാലും, എന്തിലായാലും അവർക്ക് ആ ദൈവാധീനം ഉണ്ടെങ്കിലേ ഭാഗ്യമുള്ളൂ. ആ ഭാഗ്യം ഉണ്ടെങ്കിലേ സമ്പത്തുള്ളൂ. അപ്പൊ സമ്പത്തിലേക്ക് വരണമെങ്കിൽ ഈശ്വരാധീനം വേണം. സമ്പത്തിലേക്ക് വരണമെങ്കിൽ ഈശ്വരാധീനം ഉണ്ടെങ്കിലേ ഭാഗ്യം വരുള്ളൂ. ഭാഗ്യം ഉണ്ടെങ്കിലേ ലക്ഷ്മി കടാക്ഷം വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീ ഭഗവതി സമ്പത്തിന്റെ കാരകത്വം കൂടെയാണ്. അപ്പൊ ഇതൊക്കെ എല്ലാം കൂടെ കൂടുന്ന നമുക്ക് ദിവസം എന്താണ്? അതായത് ഭഗവതിയെ ഏറ്റവും കൂടുതൽ സമ്പത്തിന് അല്ലെങ്കിൽ ഐശ്വര്യത്തിന് വേണ്ടി ഉപാസിക്കാൻ പറ്റിയ ദിവസം ഏതാണ്? അങ്ങനെ ചിന്തിക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസം. നമ്മൾ വ്യാഴാഴ്ചത്തെ കുറിച്ച് പറയുന്നുണ്ട്, ബുധനാഴ്ചത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, തിങ്കളാഴ്ചത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല വ്രതങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെള്ളിയാഴ്ച വ്രതവും വെള്ളിയാഴ്ച ഒരിക്കലിന്റെ പ്രധാനത്തെക്കുറിച്ച് പറയാനാണ് ഇത്രയും ഇതിനു മുൻപായിട്ട് സംസാരിച്ചത്. കാരണം വെള്ളിയാഴ്ച ഒരിക്കലല്ല വെള്ളിയാഴ്ച എന്ന് പറയുന്നത് തന്നെ ദേവിയുടെ, ലക്ഷ്മിയുടെ, ദുർഗാ ഭഗവതിയുടെ ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ്. എന്താ പറയണേ? വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം ശ്രീലക്ഷ്മി, ലക്ഷ്മി ക്ഷേത്രങ്ങളിൽ തൊഴുന്നത്, ദുർഗാ ഭഗവതിയെ തൊഴുന്നത്, അങ്ങനെ ദേവി വിഭാഗങ്ങളെ എല്ലാവരും തൊഴുന്നത് നല്ലതാണ്. അത് ഏറ്റവും നല്ലതാണ് ലക്ഷ്മി, ദുർഗാ ഭഗവതികളെ തൊഴുന്നത്. വെള്ളിയാഴ്ച ദിവസം തൊഴുന്നത് അതികേമാണ്. കാരണം വെള്ളി ഒരു ശ്രീ സാന്നിധ്യം കൂടി ഉണ്ട്. അപ്പൊ സാധാരണ നമ്മൾ ഒരിക്കൽ എടുക്കുന്നത് പോലെ തന്നെയാണ് വെള്ളിയാഴ്ച ഒരിക്കലും എടുക്കുന്നത്. നമ്മൾ അരിയാഹാരം ഒരു നേരം കഴിച്ചുകൊണ്ട് ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിശുംഭശുംഭന്മാരായി നിൽക്കുന്ന മഹാസുരന്മാരെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് എന്നെ ആശ്രയിക്കുന്ന ഏതൊരു ഭക്തനെയും, എൻ്റെ മാഹാത്മ്യം കേൾക്കുന്ന ഏതൊരു ഭക്തനെയും, എൻ്റെ മാഹാത്മ്യം ചൊല്ലുന്ന ഭക്തനെയും, എന്നെ തൊഴുന്ന, എന്നെ പ്രാർത്ഥിക്കുന്ന എല്ലാ ഭക്തന്മാരെയും ഞാൻ പൂർണ്ണമായി സംരക്ഷിച്ചു കൊള്ളാം എന്ന് ദേവന്മാർക്ക് വരം കൊടുത്ത മഹാലക്ഷ്മി സങ്കല്പത്തിലുള്ള ദുർഗാ ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ആ വെള്ളിയാഴ്ച ദിവസം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ശ്രീ ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീം നമ ശ്രീം നമ ശ്രീം നമ എന്നുള്ള നാമജപാദികൾ ജപിക്കുക. അല്ലെങ്കിൽ ഭഗവതിയുടെ നിൽക്കുന്ന പ്രാർത്ഥനാഗീതങ്ങൾ നമ്മൾ മഹാലക്ഷ്മിയുടെ അഷ്ടകങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. മഹാലക്ഷ്മിക്ക് നിരവധി സ്തോത്രങ്ങളുണ്ട്.
അപ്പൊ അതൊക്കെ ജപിച്ചുകൊണ്ട് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും മഹാലക്ഷ്മിക്ക് ഒരിക്കലെടുക്കുന്നതും അന്നത്തെ ദിവസം വളരെ കേമാണ്. ദേവീ മഹാത്മ്യം ജപിക്കുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും വളരെ കേമാണ്. അന്നത്തെ ദിവസം വൈകുന്നേരങ്ങളിൽ ലക്ഷ്മി ദേവിക്ക് നെയ്വിളക്ക് വെച്ചുകൊണ്ട് ആ നെയ്വിളക്കില് ദേവിയെ തൊഴുതു പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ലക്ഷ്മിയുടെ അഷ്ടകങ്ങൾ നമസ്തേസ്തു മഹാമായേ അങ്ങനെയുള്ള നാമജപാദികളൊക്കെ ചെയ്ത് ഭഗവതിയെ എന്താ പറഞ്ഞ ശ്രീപീഠേ സുരപൂജിതേ നല്ല പീഠത്തിലേക്ക് നമ്മൾ ഇരുത്തിക്കൊണ്ട് നല്ല ഇലയൊക്കെ വെച്ച് നല്ല വിളക്കൊക്കെ വെച്ച് വൃത്തിയായിട്ട് വെച്ച് ചങ്കുചക്രഗദാഹസ്തേ അതൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് പൂജകൾ നടത്തിക്കൊണ്ട് ഭഗവതിയെ പ്രാർത്ഥിച്ച് അന്നത്തെ ദിവസം ഒരിക്കലെടുത്ത് ചെയ്യാമെങ്കിൽ അതിഗംഭീരമാണ്. അപ്പൊ ഈ ഭഗവതി സാന്നിധ്യം കൊണ്ട് ലക്ഷ്മി ദേവിയുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് കിട്ടുന്ന അനുഗ്രഹകല, അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഉപാസന കൊണ്ട് കിട്ടുന്ന നമ്മുടെ അനുഗ്രഹകല, അല്ലെങ്കിൽ ലക്ഷ്മി ദേവിക്ക് പ്രത്യേക പീഠത്തിലിരുത്തി നമ്മൾ അഷ്ടകം ചൊല്ലി ഭഗവതിയെ സങ്കല്പിച്ച് നമ്മൾ തൊഴുമ്പോൾ കിട്ടുന്ന അനുഗ്രഹകല, ആ അനുഗ്രഹകലയുടെ നമ്മുടെ പരമ്പരയുടെയും നമ്മുടെയും ഭൗതികപരമായി നിൽക്കുന്ന സാമ്പത്തികപരമായി നിൽക്കുന്ന സമ്പൽ സമൃദ്ധമായ ജീവിതത്തിന് അത്യന്തം ഗുണകരമാണ്, ഏറ്റവും ലക്ഷ്മി ദേവി ഇന്ന് തന്നെ പറയണത് ഭഗവാന്റെ ഭാര്യയായിട്ടാണ് കൂടെ കണക്കൂട്ടണേ, ഭഗവാന്റെ പത്നിയായിട്ടാണ് കൂടെ കണക്കൂട്ടണേ. ഏത് ഉള്ള കുചേലനെയും കുബേരനാക്കാൻ ഭഗവത് നിരീച്ചാൽ മതി. കാരണം ആ എന്താ പറയണ താമരപ്പൂവില് സ്വർണ്ണ നാണയങ്ങളാ നിറഞ്ഞിരിക്കുന്ന ആ സുസ്മേധവരതിയായി നിൽക്കുന്ന വളരെ ഗംഭീരമായി നിൽക്കുന്ന ആഭരണങ്ങൾ ധരിച്ച് അതിസുന്ദരിയായി നിൽക്കുന്ന അതിശ്രേഷ്ഠമായി നിൽക്കുന്ന ഇങ്ങനെ നമ്മളെ കാത്തല്ലുന്ന ആ ഭഗവത് സ്വരൂപത്തെ, ആ ലക്ഷ്മി ദേവിയുടെ മുഖത്തെ നമ്മൾ ശരിക്കിങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ആ ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭഗവതിയെ ലയിച്ചുകൊണ്ട് നാമജപാദികൾ ചെയ്ത് ശ്രീനമ എന്നുള്ള മൂലമന്ത്രം ജപിച്ചുകൊണ്ട് ശ്രീലക്ഷ്മിയുടെ അഷ്ടമം ജപിച്ചുകൊണ്ട് അന്നത്തെ ദിവസം ഒരിക്കലെടുത്തുകൊണ്ട് ഒരമണിക്കൂർ ഭഗവതിക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ആ ഭഗവതിയുടെ അനുഗ്രഹം നമുക്ക് സമ്പൽ സമൃദ്ധിയായിട്ടാണ് വരണേ. ആ ഭഗവതിയുടെ അനുഗ്രഹം നമുക്ക് എന്താ പറയുക സമ്പത്തിനുള്ള വഴികാട്ടിയായിട്ടാണ് പറയണേ. അപ്പൊ അതുകൊണ്ട് വെള്ളിയാഴ്ച വിധം കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും പരമ്പരയ്ക്കുമുള്ള സമ്പത്തിനും സമൃദ്ധിക്കും ഐശ്വര്യത്തിനും ഇതിപ്പരം വേറൊന്നും പറയാനില്ല, ഇതിപ്പരം ശ്രേഷ്ഠമായിട്ടൊന്നും പറയാനില്ല. അതിഗംഭീരമാണ്, അതികേമമാണ്, അതിശക്തമാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച വ്രതം എടുക്കുക. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രങ്ങളിൽ രാവിലെ പോവുക, ഭഗവതിയെ തൊഴുക, ഭഗവതിക്ക് ഒരു നെയ്വിളക്ക് കൊടുക്കാം, ഒരു തുളസിമാല ചാർത്താം, അല്ലെങ്കിൽ കുറച്ച് തുളസിപ്പൂ നടക്കി വെക്കാം, ഭഗവതിയെ തൊഴാം. വെള്ളിയാഴ്ച ഒരിക്കലെടുക്കാം, പിറ്റേ ദിവസം പറ്റാവുന്ന ഒരു പാരണ വീടുക, വൈകുന്നേരം നാമജപാദികൾ ചെയ്യുക. സമ്പത്തിനു വേണ്ടിയിട്ട്, ആരോഗ്യത്തിനു വേണ്ടി നമ്മൾ പറയാറുണ്ട്, വിദ്യയ്ക്ക് വേണ്ടി നമ്മൾ പറയാറുണ്ട് പല കാര്യങ്ങളും. ഇത് സാമ്പത്തികപരമായി നിൽക്കുന്ന കടങ്ങൾ തീർന്ന് സമ്പത്തിലേക്ക് നയിക്കാൻ, അല്ലെങ്കിൽ സാമ്പത്തിക വരുമാനം ഊർജമാക്കാൻ, വരുമാനം കൂട്ടാൻ, നമുക്ക് ചെയ്യുന്ന പ്രവൃത്തികളിൽ നല്ല വരുമാനം വരാൻ, ഐശ്വര്യം വരാൻ. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഐശ്വര്യങ്ങളുമാണ്. അത് കുടുംബത്തിലും കുടുംബാംഗങ്ങൾക്കും എല്ലാത്തിനും ഐശ്വര്യം വരാൻ, യോജിപ്പ് വരാൻ, സമാധാനം വരാൻ ഈ വെള്ളിയാഴ്ച ഒരിക്കൽ അതിഗംഭീരമാണ്, അതികേമമാണ്. ഈ രീതിയിൽ ആചരിച്ചോളൂ, നിങ്ങൾക്ക് വളരെ ഗുണപ്രദം ചെയ്യും. അത് ഒരു 3-4-5 ആഴ്ച കഴിയുമ്പോൾ തന്നെ ഒരു വ്യത്യാസം വരും, യാതൊരു സംശയവും വേണ്ട. ഒരു വർഷമൊക്കെ, ഒരു 12 മാസമൊക്കെ പൂർത്തിയായി കഴിയുമ്പം ഇതുപോലെ ദുർഗാ ഭഗവതിയിലെ ലക്ഷ്മി ക്ഷേത്രത്തിലൊക്കെ ഒരു 3 നാഴി കടുംപായസവും അതുപോലെ തന്നെ നല്ല ശർക്കര നിവേദ്യവും നല്ല ഗംഭീരമായ ഒരു ത്രിമധുരവും ഒക്കെ നടത്തി അത് അവസാനിപ്പിക്കാവുന്നതാണ്. ആ രീതിയിൽ ചെയ്തു തുടങ്ങുക. ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന, ഐശ്വര്യപ്രസവമായി നിൽക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ചെയ്തു നോക്കൂ. നമസ്കാരം.